ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. ഒമാനിലും ഡ്രോൺ ആക്രമണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയും ദൂരദർശനും തത്സമയം പരിപാടി ജനങ്ങളിൽ എത്തിക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. NDAയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാടും തൃശൂരുമെത്തും. LDFനായി മുഖ്യമന്ത്രി പിണറായി വിജയനും UDFനായി കോൺഗ്രസ് നേതാവ് ശശി തരൂരും പാലക്കാട്ട് പ്രചാരണത്തിൽ. ജൻസി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് നേപ്പാൾ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അറസ്റ്റിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നു. ഒമാനിലെ സലാല തുറമുഖത്ത് 2 ആളില്ലാ ഡ്രോണുകൾ നടത്തിയ ആക്രമണത്തിൽ പ്രവാസിയായ തൊഴിലാളിക്ക് നേരിയ പരിക്കേറ്റു. തുറമുഖ സൌകര്യങ്ങളിൽ ഡ്രോണുകൾ ഇടിച്ചതായും ഒരു ക്രെയിനിന് തകരാറുണ്ടായതായും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഒമാൻ സർക്കാർ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. അതിനിടെ ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലി ആക്രമണം പുനരാരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. യമനിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണം മധ്യ ഇസ്രായേലിൽ സൈറണുകൾ മുഴക്കിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ ആക്രമണം തുടരുന്നതിനിടെ ബെയ്റൂട്ടിലും തെക്കൻ ലെബനനിലും ഇസ്രായേലി ആക്രമണങ്ങളിൽ വീണ്ടും നാശനഷ്ടങ്ങളുണ്ടായതായി അധികൃതർ അറിയിച്ചു. അതേസമയം യമനിൽ നിന്നുള്ള ആദ്യ മിസൈൽ വിക്ഷേപണം ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. UAEയിൽ ഇന്ന് പുലർച്ചെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞു. പ്രതിരോധത്തിനിടെ അവശിഷ്ടങ്ങൾ തകർന്നു വീണ് അബുദാബിയിലെ ഖലീഫ സാമ്പത്തിക മേഖലയ്ക്ക് സമീപമുള്ള വ്യാവസായിക മേഖലയിൽ 2 തീപിടുത്തമുണ്ടായി. 5 ഇന്ത്യൻ പൌരന്മാർക്ക് ഗുരുതരമല്ലാത്ത പരിക്കുകളുള്ളതായി റിപ്പോർട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ച നടന്ന ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ 10 US സേനാംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും സൌദി അറേബ്യയിലെ ഒരു സൈനിക താവളത്തിൽ നിരവധി വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇറാനിൽ ഉടനീളം വ്യോമാക്രമണം നടത്തിയതിന് ഇസ്രായേലിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലമുണ്ടായ ആഗോള തടസ്സങ്ങൾ ഇന്ത്യയിലെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടില്ലെന്നും രാജ്യം പ്രതിസന്ധിയെ ഫലപ്രദമായി കൈകാര്യം ചെയ്തുവെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പെട്രോളിയം കരുതൽ ശേഖരം ശക്തിപ്പെടുത്തുന്നതിനും വിതരണത്തിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന സ്വകാര്യ മാധ്യമ ഉച്ചകോടിയിൽ സംസാരിക്കവെ ശ്രീ ഷാ അഭിപ്രായപ്പെട്ടു. നിരവധി രാജ്യങ്ങളിൽ ഇന്ധനവിലയിൽ വർധനവ് വരുത്തിയെങ്കിലും പെട്രോൾ ഡീസൽ വിലകളിൽ ഇന്ത്യയിൽ വില വർധനവുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. यूरोप में पेट्रोलियम प्रोडक्ट्स के दामों में 20 से 30% की एवरेज बढ़ोतरी हुई है. यूके में 7 से 13% की हुई है. ऑस्ट्रेलिया में 18% की हुई है. अमेरिका में 17 से 34% की हुई है. वियतनाम में 50% की हुई है. पाकिस्तान में 17 से 20% की हुई है. भारत शायद एकमात्र ऐसा देश है पेट्रोल डीजल के दाम में 0 बढ़ोतरी के बाद हम सप्लाई करें. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 132-ാം പതിപ്പാണിത്. ദൂരദർശനിലും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ ആകാശവാണി പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. പശ്ചിമബംഗാളിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള 2ാമത്തെ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. എന്നാൽ 2ാമത്തെ സപ്ലിമെന്ററി പട്ടികയിൽ ഉൾപ്പെടുത്തിയതോ ഒഴിവാക്കിയതോ ആയ പേരുകളുടെ എണ്ണം സംബന്ധിച്ച വിശദാംശങ്ങൾ കമ്മീഷൻ നൽകിയിട്ടില്ല. 37 ലക്ഷം പേരുകളുടെ തീർപ്പാക്കൽ ഇതുവരെ പൂർത്തിയായതായി മുഖ്യ ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസ് അറിയിച്ചു. പട്ടികയിൽ പേരുകൾ കാണാത്ത വോട്ടർമാർക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ അപേക്ഷകൾ സമർപ്പിക്കാം. തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വിവിധ ജില്ലകളിലായി 19 ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിൽ കടന്നുകൂടിയവരുടെ പേരുകൾ നീക്കം ചെയ്യുക എന്നതാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന സ്വകാര്യ മാധ്യമ ഉച്ചകോടിയിൽ സംസാരിക്കവെ വോട്ടർ പട്ടികയുടെ സമഗ്രതയും കൃത്യതയും ഉറപ്പാക്കുകയാണ് SIRന്റെ ലക്ഷ്യമെന്ന് ശ്രീ ഷാ പറഞ്ഞു.
തമിഴ്നാട്, കേരളം എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ SIR പ്രക്രിയ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാലിന്യ സംസ്കരണ നിയമങ്ങൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. വീട്ടിലെ മാലിന്യമടക്കം ഇനി മുതൽ 4ആയി തരംതിരിച്ചു വേണം സംസ്കരിക്കാൻ. മാലിന്യ ശേഖരണവും സംസ്കരണവും നിരീക്ഷിക്കാൻ കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടലും ബുധനാഴ്ച നിലവിൽ വരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. യുവജനങ്ങളിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന എന്റെ വോട്ട് എന്റെ ശക്തി സംസ്ഥാനതല പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കം. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി, ജനമൈത്രി പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 11 ദിവസം കൂടി ശേഷിക്കെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2-ന് പാലക്കാട്ട് നടക്കുന്ന NDA പൊതുസമ്മേളനത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വൈകിട്ട് 4-ന് തൃശൂർ സ്വരാജ് റൌണ്ടിലെ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ എയർ സ്പേസിൽ പ്രൈവറ്റ് ഹെലികോപ്റ്റർ, ഡ്രോൺ, ഹാങ് ഗ്ലൈഡറുകൾ എന്നിവ നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നിരോധിച്ചിട്ടുണ്ട്. LDF തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ പാലക്കാട് എലപ്പുള്ളിയിലെ പരിപാടിയിൽ പങ്കെടുത്തു. വൈകിട്ട് കടമ്പഴിപ്പുറം, കൊപ്പം, കൂറ്റനാട് എന്നിവിടങ്ങളിലെ പൊതുസമ്മേളനങ്ങളിലും പ്രസംഗിക്കും. നാളെ മലപ്പുറത്തും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇന്ന് എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ഉള്ളൂരിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നിരിക്കും. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. ശബരിമലയിൽ വിഷുവിനും മേടമാസ പൂജയ്ക്കുമുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5 മുതൽ വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാം. ഏപ്രിൽ 10-നാണ് നട തുറക്കുന്നത്. നേപ്പാളിൽ കഴിഞ്ഞ വർഷം നടന്ന ജൻസി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ബാലേന്ദ്ര ഷാ സത്യപ്രതിജ്ഞ ചെയ്ത് 1 ദിവസം പിന്നിടുമ്പോഴാണ് ശ്രീ ഒലിയുടെ അറസ്റ്റ്. മുൻ ആഭ്യന്തരമന്ത്രി രമേഷ് ലേഖകിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഴിമതി വിരുദ്ധ പ്രതിഷേധങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടതിന് KP ശർമ്മ ഒലിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ രാജ്യത്തെ ഒരു അന്വേഷണ പാനൽ കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തിരുന്നു. നേപ്പാളിന്റെ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദന സന്ദേശത്തിന് നന്ദി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും ജനങ്ങളുടെ പൊതുവായ അഭിവൃദ്ധി പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യയുമായി അടുത്ത് പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ശ്രീ ബാലേന്ദ്ര ഷാ പറഞ്ഞു. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലമുണ്ടായ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഫ്രഞ്ച് സർക്കാർ 70 ദശലക്ഷം യൂറോയുടെ അടിയന്തര സഹായ പദ്ധതി ആരംഭിച്ചു. ഗതാഗതം, കൃഷി, മത്സ്യബന്ധന മേഖലകൾക്കായാണ് സഹായം അനുവദിച്ചത്. ഫ്രാൻസിന്റെ ഭക്ഷ്യ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും ഈ നീക്കം നിർണായകമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. ഒമാനിലും ഡ്രോൺ ആക്രമണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. ആകാശവാണിയും ദൂരദർശനും തത്സമയം പരിപാടി ജനങ്ങളിൽ എത്തിക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. NDAയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാടും തൃശൂരുമെത്തും. LDFനായി മുഖ്യമന്ത്രി പിണറായി വിജയനും UDFനായി കോൺഗ്രസ് നേതാവ് ശശി തരൂരും പാലക്കാട്ട് പ്രചാരണത്തിൽ. ജൻസി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് നേപ്പാൾ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അറസ്റ്റിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.